കഴിഞ്ഞ വർഷത്തെ വിപണി വില 210-12 രൂപയാണ് ശരാശരി. 1 കിലോ അല്ല, 6.5 കിലോ അല്ലെങ്കിൽ 7 കിലോ പച്ചമഞ്ഞളിൻ്റെ ശരാശരി വിപണി വില കിലോയ്ക്ക് 32-33 രൂപയാണ് ശരാശരി. 24 മുതൽ 38 വരെ പോയിട്ടുണ്ട്. അതാണ് നമ്മൾ 32 വെച്ച് എടുക്കുന്നത്. അങ്ങനെ വന്നാൽ 1 കിലോ ഉണക്കമഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഉണ്ടാകാൻ 210 രൂപയുടെ പച്ചമഞ്ഞൾ വേണം. അപ്പോൾ 210 രൂപയുടെ മഞ്ഞൾ വാങ്ങിക്കൊണ്ട് വന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം. വാങ്ങിക്കൊണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി പുഴുങ്ങി ഉണക്കി പൊടിച്ച് കവറിലാക്കി കച്ചവടക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് അവന് 40% വരെ കമ്മീഷൻ കൊടുത്ത് MRP വിൽക്കുന്നത് 150 രൂപയാണ്. അപ്പോൾ 210 രൂപയുടെ സാധനം മേടിച്ച് 150 രൂപയ്ക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ പിന്നെന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? എന്താണ് ഇതിൻ്റെ എന്ത് മറിമായമാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? ഒരു വലിയ ചോദ്യമാണ്. അപ്പോഴാണ് ഞാനത് അന്വേഷിച്ച് പോയത്. അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയ ഒരു വിവരം, ഈ മഞ്ഞൾ വിപണിയിൽ നിന്ന് ഒരു സ്പൈസസ് കമ്പനിയും മഞ്ഞളെടുക്കുന്നില്ല. അവരെടുക്കുന്നത് ചണ്ടിയാണ്. ആ ചണ്ടിക്ക് മഞ്ഞളിൻ്റെ നിറവും ഉണ്ടാവില്ല, മണവും ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ എങ്ങനെയാണ് ഈ നിറവും മണവും ഉണ്ടാവുന്നതെന്നാണ് അടുത്ത ചോദ്യം. അതിന് ഈ സ്പൈസസ് കമ്പനികൾ ചെയ്യുന്നത് സിങ്ക് എന്ന് പറയുന്ന ലോഹപദാർത്ഥമുണ്ടല്ലോ, അതിന് നാഗം, സിങ്ക് ബേസ്ഡ് കളറിങ് മെറ്റീരിയൽ ഉപയോഗിക്കും. സിങ്ക് ബേസ്ഡ് കളറിങ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഇതിന് മനോഹരമായ മഞ്ഞ നിറം കൊടുക്കും. നമ്മുടെ ഒറിജിനൽ മഞ്ഞളിന് ഈ വിപണിയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞളുടെ നിറം ഇല്ല, കുറച്ചുകൂടെ റെഡിഷ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നിർമ്മാണ യൂണിറ്റുകൾ ചെയ്യുന്നത് സിങ്ക് ബേസ്ഡ് കളറിങ് മെറ്റീരിയൽ ചേർക്കും. അപ്പോൾ നിറമേ ആയിട്ടുള്ളൂ, മണം വന്നില്ല. മണത്തിന് അവർ ആർട്ടിഫിഷ്യൽ എസൻസസ് ഫോർ സ്മെൽ, ആർട്ടിഫിഷ്യൽ എസൻസ് പെട്രോളിയം ജെല്ലിയിൽ മിക്സ് ചെയ്തിട്ട് മഞ്ഞളിൽ കയറ്റും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകത, ഈ 7 കിലോ ഉണക്കമഞ്ഞൾ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് പൊടിച്ച് കവറിലാക്കുമ്പോൾ എത്രയോ ഉണ്ടാവും അതിൻ്റെ വോളിയം, അതിൻ്റെ അളവും തൂക്കമായിട്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ സിങ്ക് വേസ്റ്റ് കളറിങ് മെറ്റീരിയലും പിന്നെ പെട്രോളിയം ജെല്ലിയിൽ മിക്സ് ചെയ്ത് ആർട്ടിഫിഷ്യൽ സ്മെല്ലിംഗ് എസൻസസും വേണം. ഇത് രണ്ടും ചേർത്ത്, ഇത് രണ്ടും മനുഷ്യ ശരീരത്തിന് മാരകമായ 2 വിഷവസ്തുക്കളാണ്. അപ്പോൾ നമ്മളെന്തിനാണ് മഞ്ഞൾ കഴിക്കുന്നത്? വിഷമില്ലാതൊക്കെ. വിഷം, ശരീരത്തിലെ വിഷം പുറന്തള്ളാൻ വേണ്ടിയാണ്. ആ പുറന്തള്ളാൻ വേണ്ടി കഴിക്കുന്ന മഞ്ഞളിൽ പുറന്തള്ളാനുള്ള ഒരു ഗുണവിശേഷങ്ങളും ഇല്ലയെന്ന് മാത്രമല്ല, അതിന് പകരം നമ്മൾ 2 മാരക വിഷപദാർത്ഥങ്ങളാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പ്ലാവിനിടയിൽ ഷെയ്ഡ് ലവിങ്ങായ ഈ മഞ്ഞൾ കൃഷി ചെയ്തത്. Thanks for watching. Don't forget to subscribe, like, share, and comment.